കാട്ടിൽ കൂടിയുള്ള യാത്ര ആരംഭിച്ചിട്ടുണ്ട്. തേനിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രത്യേകതരം കൃഷി കണ്ടു. ഇത് നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന കായാണ്. ഇതിൻ്റെ പേരെനിക്കറിയില്ല. ഇനിയിപ്പോൾ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കണം. ഇവിടെ മുഴുവൻ ആ തോട്ടമാണ്. വലിയ തോട്ടങ്ങളാണ് കേട്ടെ. 100 മീറ്റർ 200 മീറ്ററിൻ്റെ വലിയ തോട്ടങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഈ കൃഷിസ്ഥലത്തൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. നല്ല അടിപൊളി കാടാണ്. നല്ല മഴയുണ്ട്. അതുപോലെ തന്നെ അകലം മുഴുവൻ കോടമഞ്ഞ് കയറി വരുന്നത് കാണാം. തെയ്യാ ഭാഗത്തു നിന്നാണ് ഞാൻ ഇറങ്ങി വരുന്നത്, തെയ്യാ മലയുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ നമ്മുടെ യാത്ര മുന്നോട്ട് ഇനി 30 കിലോമീറ്ററാണുള്ളത് തേനി വരെ അല്ല, തേനിയുടെ അടുത്ത് വരെ. അത് കഴിഞ്ഞാൽ പിന്നെ ടൗൺ ഏരിയ ആയി. ഇവിടുന്ന് ഒരു 20 കിലോമീറ്റർ വരെ ആൾത്താമസമുണ്ട്. അത് കഴിഞ്ഞ് കൊടുങ്കാടാണ്. കാടിനുള്ളിലൂടെ വേണം പോകാൻ. മഴയാണ്. 5-8 കിലോമീറ്റർ കാട് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ യാത്ര ആരംഭിക്കുകയാണ്. തേനിയിലേക്കാണ്. അപ്പോൾ വിശാലമായ കൃഷിഭൂമികളൊക്കെ കണ്ട് നമുക്ക് തേനിയുടെ കാഴ്ചകളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ യൂക്കാലി തോട്ടങ്ങളാണ്. യൂക്കാലി മരങ്ങൾക്കിടയിലൂടെ കാട്ടിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ വരുന്ന ഓരോ ബൈക്കുകൾ മാത്രമാണ് നമുക്ക് ആശ്വാസം. ഇപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും ചെറിയ ചെറിയ വണ്ടികളൊക്കെ ഇറങ്ങി വരും. അപ്പോൾ നമ്മുടെ ദേശീയ പതാക പാറിക്കളിക്കുന്നതാണ്. അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ രാജ്യം മുഴുവൻ കണ്ടു തീർക്കുക എന്നുള്ള ലക്ഷ്യം. അപ്പോൾ മൊത്തം മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണ് കുഞ്ഞിനെ. നല്ല കാറ്റുള്ളതുകൊണ്ടാണ്, കാരണം അവർക്ക് കിടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് സാധനങ്ങളെല്ലാം താഴെ വീണിട്ടുണ്ട്. ഇനി അത് ഇച്ചിരി കൂടി മുകളിൽ ചെന്ന് ജനവാസ മേഖലയിൽ ചെന്നിട്ട് നിർത്തിയിട്ട് എല്ലാം ഒന്ന് അഴിച്ചു പണിയാന്നോർത്താണ്. ഇതൊക്കെ ആൾക്കാർ പോകുന്ന വഴികളാണ് കേട്ടോ. ആൾക്കാർ പോകുന്ന വഴികളാണ് ഇതൊക്കെ. മേളിലൊക്കെ കൃഷിസ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല കാറ്റാണ്. മരങ്ങൾ ഒടിഞ്ഞു വീഴാതിരുന്നാൽ മാത്രമേ നമ്മുടെ യാത്ര സഫലമാകത്തുള്ളൂ. അല്ലെ നമ്മൾ പെട്ടുപോകും. 32 കിലോമീറ്ററാണ് തേനിക്കുള്ളത്. നല്ല കാറ്റുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാനനപ്പാതയിലൂടെ ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്. ഒരുപാട് വീഡിയോ എടുക്കാനുള്ള സമയമില്ല. എത്രയും പെട്ടെന്ന് ഉച്ച കഴിയുന്നതോടെ നമുക്ക് ഇവിടം ക്രോസ് ചെയ്യണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അല്ലെങ്കിൽ നമ്മുടെ എല്ലാ പരിപാടികളും പൂട്ടിക്കെട്ടും. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇങ്ങനെ കയറിപ്പോന്നപ്പോഴത്തേനും അടിപൊളി കാഴ്ചകളാണ് നമുക്ക് കിട്ടുന്നത്. ഇതുണ്ടോ, അടുത്ത ടൗണിൻ്റെ ആ പള്ളിയോടനുബന്ധിച്ച് താഴെയുള്ള ടൗണും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വളരെ മനോഹരമായ കൃഷിസ്ഥലങ്ങളാണ് താഴെയുള്ളത്. ആ കാണുന്ന വഴികളിലൂടെയാണ് നമ്മൾ കയറി വന്നത്. ഇതുണ്ടോ, ആ കാണുന്ന വഴികളിലൂടെയാണ് നമ്മൾ കയറി വന്നത്. ആ ബസ്സൊക്കെ പോകുന്ന ഭാഗം നിങ്ങളെ കാണിക്കാം. ആ ബസ്സൊക്കെ പോകുന്ന ഭാഗമാണ് നമ്മൾ കയറി വന്നത്. ആ കാണുന്നതാണ് അവിടുത്തെ ഫോറസ്റ്റ് സ്റ്റേഷൻ. ഇന്നലെ അവിടെയാണ് ഞാൻ കിടന്നുറങ്ങിയത്. ഫോറസ്റ്റ് സ്റ്റേഷനല്ല, ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ്. ആ ചെക്ക് പോസ്റ്റിൻ്റെ സൈഡിലാണ് കിടന്നുറങ്ങിയത്. അപ്പോഴത്തെ ആ ഘാട്ട് കയറി നമ്മുടെ ഫോറസ്റ്റ് ഏരിയ എല്ലാം കയറി വണ്ടികൾ പോകുന്നതെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കാണാനാണ് നമ്മൾ തമിഴ്നാടിൻ്റെ ഉൾഗ്രാമങ്ങളിലേക്ക് വരുന്നത്. ഉൾഗ്രാമങ്ങൾ മുഴുവൻ കാടിന് സമീപമാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും നമുക്ക് എല്ലാ കാടുകളും കയറി ഇറങ്ങേണ്ടി വരും. ഇതിപ്പോൾ കൊടൈക്കനാൽ മൂന്നാറിനുള്ള റൂട്ടാണ് ആ കാട്ടിലൂടെയുള്ള വഴി. അല്ലാത്ത റോഡ് പോകണമെങ്കിൽ നമ്മൾ ഏകദേശം 84 കിലോമീറ്റർ നമ്മൾ തേനിക്ക് തന്നെ പോകേണ്ടി വരും, മെയിൻ ഹൈവേയിൽ പോയി കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാട്ട് കയറുന്നത്. കാട്ടിലെ കാഴ്ചകൾ നമുക്ക് ഒരുപാടുണ്ട്. ഇടതുവശത്ത് കാടാണ്, വലതുവശത്ത് കൃഷിഭൂമികളാണ്. വാഴക്കൃഷിയുണ്ട്. അതുപോലെ തന്നെ പലതരം കൃഷികളാണ് താഴെ മുഴുവൻ കാണുന്നത്. വാഴക്കൃഷിയാണ് കൂടുതലും.
അത് കൂടുതലും ആന കയറാതിരിക്കാൻ വേണ്ടി ഇത് ഫെൻസിങ് ഒക്കെ ഇട്ട് ബലപ്പെടുത്തിയ കൃഷിഭൂമികളാണ്. അപ്പോഴത്തെ ഈ കാണുന്നതെല്ലാം കൊടും കാടാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇന്നലെ കൂടുതലും കാട്ടുപോത്തുകളൊക്കെ ഇറങ്ങിയ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ പതിയെ യാത്ര തിരിക്കുകയാണ്. കാരണം മൂടി കെട്ടിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് ബാലൻസിങ് വളരെ കുറവാണ്. അവിടെ ഒരു സ്കൂൾ കെട്ടിടമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കാറ്റടിക്കുമ്പോഴത്തേനും ഇത് മൂടി കെട്ടിയിരിക്കുന്നതുകൊണ്ട് നല്ല സ്ട്രെസ്സ് കൊടുത്താലേ ഉള്ളൂ കയറി പോകത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ യാത്ര തുടരുകയാണ്. നല്ല മഴയുണ്ട്, ചാറ്റൽ മഴയാണ്. അതുകൊണ്ട് കോടമഞ്ഞും കയറി വരുന്നുണ്ട്. ഇത് കണ്ടോ, കോടമഞ്ഞ് പറന്ന് പോകുന്നുണ്ടോ? ആ മലയുടെ മുകളിൽ നല്ല കോടമഞ്ഞ് കാണാം. ഇനി നമ്മൾ മുകളിലോട്ട് അല്ല, താഴോട്ടാണ് ഇറങ്ങുന്നത്. തേനി കൊടൈക്കനാലിൽ നിന്ന് താഴെയാണ്. ഇവിടെ റോഡ് പണിക്കും മണ്ണ് മാന്തി യന്ത്രങ്ങളൊക്കെ ഇവിടെ കാണാം. അപ്പോൾ നമ്മൾ യാത്ര ഈ ഹെയർ പിൻ വളവുകളൊക്കെ കയറി ഏകദേശം 35 ഹെയർ പിൻ വളവുകളുണ്ട് ഇവിടെ. ആ 35 ഹെയർ പിൻ വളവുകളും കയറി നമ്മൾ പോവുകയാണ്. പണ്ട് ഈ വഴിയൊക്കെ വിടില്ലായിരുന്നു. ഇപ്പോൾ അത് ഒരു സ്റ്റേറ്റ് ഹൈവേയുടെ ഒരു രീതിയിലാണ് പണിതിട്ടിരിക്കുന്നത്. ഇടയ്ക്ക് ഓരോ വണ്ടികൾ വരുന്നതാണ് നമുക്കൊരാശ്വാസം. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. പിന്നെ താഴേന്ന് ഫോറസ്റ്റുകാർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് പൊക്കോളൂ, മുകളിൽ വീടുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കയറ്റവും മറ്റൊരു കുന്നുകൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ആൾതാമസമുള്ള ഏരിയയിൽ എത്താൻ പറ്റും. ഇവിടെ അങ്ങനെയാണല്ലോ, കൃഷിഭൂമികൾ കുറേ ഭാഗത്ത് കഴിഞ്ഞിട്ടാണ് താമസ സ്ഥലങ്ങൾ കാണുക. ഇത് കണ്ടോ, ഇതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഒരു 500 വീടുകളുണ്ട്. അതിനോട് ചേർന്ന് ഒരു പള്ളി കാണും, ഒരു അമ്പലം കാണും, ഒരു മസ്ജിദ് കാണും. വിവിധ മതസ്ഥർ ഒരുമിച്ച് വസിക്കുന്ന ഒരു സ്ഥലമാണിത്. അതുപോലെ തന്നെ അവിടെ ആ പള്ളിയുടെ സിമിട്രി ആണെന്ന് തോന്നുന്നു. അത് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ആ കാണുന്നത് സിമിട്രിയാണ്. ഇതാണ് ആ ചെറിയ ഗ്രാമം. ഇവിടെ നിന്നാണ് ഞാൻ കയറി വന്നത്. ആ മേൽ കാണുന്ന ആ വെള്ള പോയിൻ്റാണ് പള്ളിയുടെ ഏറ്റവും മുകൾ ഭാഗം. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുകളിലേക്ക് പോവുകയാണ്, തേനിയിലേക്ക്. അപ്പോഴത്തെ കയറി വരുന്ന സമയത്തുണ്ടല്ലോ, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാഴ്ചകളാണ് കാണുന്നത്. അത് ഭയങ്കര രസമാണ്. അപ്പോൾ നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാവും. എനിക്ക് ബുദ്ധിമുട്ടാവും, നിങ്ങൾക്കും ബുദ്ധിമുട്ടാവും ഈ കാഴ്ചകൾ കണ്ടില്ലെങ്കിൽ. അതായത് ഈ കാട്ടിക്കൂടെ ഈ രാവിലെ കയറി വരുമ്പോഴുള്ള ഒരു സുഖമുണ്ടല്ലോ, അതൊരു ഭയങ്കര വൈബാണ്. ഇതുണ്ട് എൻ്റെ പുറകിലെ കാഴ്ചകൾ. മലനിരകളുടെ ഇടയിൽ മഞ്ഞ് കോടമഞ്ഞ് ഇങ്ങനെ പൊങ്ങി വരുന്ന ഒരു കാഴ്ചയുണ്ട്. നമ്മളോർക്കും വീട്ടിൽ നിന്ന് പോകോഴിക്കൂടെ വരുന്നതാണ്. അല്ല കേട്ടോ, നിറച്ച് കോട ഇങ്ങനെ പല സൈഡിലായിട്ട് കയറി വരുന്ന ഒരു കാഴ്ചയാണ്. വളരെ ക്ലിയറായ ഒരു കാഴ്ച. അപ്പോൾ അത് കണ്ടിങ്ങനെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ആണ് ആ കാഴ്ച. സൂപ്പറല്ലേ? മഴയായതുകൊണ്ട് ഭയങ്കര മൂടലാണ് കേട്ടോ. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇത് കണ്ടോ, കാനന ഭംഗി കാണുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണണം. താഴെയൊക്കെ നിബിഡ വനമാണ്. താഴെ പൂത്ത് നിൽക്കുന്ന ചെടികൾ, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ആ നീലപ്പൂവിലുള്ള ആ ചെടികൾ വളരെ കൂടുതലാണ് ഇവിടെ. ഇപ്പം മഴക്കാലം കൂടി ആയതുകൊണ്ട് അത് വളരെ നന്നായിട്ട് പൂത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ശരി, ഈ കാഴ്ചകളൊക്കെ കണ്ട് ഈ മലനിരയുടെ ഇടയിലൂടെയുള്ള ആ കോടമഞ്ഞൊക്കെ കണ്ട് നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ്. പുല്ല് മാത്രമേ ഉള്ളൂ. മറ്റ് കൃഷിസ്ഥലങ്ങളൊക്കെയാണിത്. ഓറഞ്ച് കൃഷിയാണ് കൂടുതലും. ഞാനിങ്ങനെ വന്ന വഴിക്കൊക്കെ ഓറഞ്ച് കൃഷി ധാരാളം കണ്ടു. ഇതെല്ലാം ഓറഞ്ചാണ് കേട്ടോ ആ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഓരോ എസ്റ്റേറ്റ് ബംഗ്ലാവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ പോകുന്ന വഴിയിൽ ഇനി അടുത്ത കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ കൊടൈക്കനാൽ തേനി ഘാട്ട് നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇടയിൽ കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ നമ്മൾ ഇവിടുത്തെ കടയിൽ നിന്ന് വാങ്ങിച്ച് ഇനി താഴോട്ടുള്ള യാത്രയാണ്. താഴെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ കാണാം. 20 വീട് 30 വീടിലെ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ. അവരുടെ കൃഷിഭൂമികളാണ് ഇവിടെ കാണുന്നത് മുഴുവൻ. നല്ല രസമുള്ള കാഴ്ചകളാണ്. പക്ഷേ നമുക്ക് മഴയായതുകൊണ്ടുള്ള ഒരു ക്ലാരിറ്റി കുറവ്. ഇനി 44 കിലോമീറ്ററാണ് തേനിക്കുള്ളത്. അതുപോലെ തന്നെ സുരുളി ഫോൾസ് 92 കിലോമീറ്റർ, കുമളി 104 കിലോമീറ്റർ. അപ്പോൾ തേനിയിലേക്കാണ് നമ്മുടെ യാത്ര. 44 കിലോമീറ്ററാണ് ഇന്ന് നമുക്ക് പോകാനുള്ളത്. അത് ഒരു ഉച്ചയ്ക്ക് ശേഷം അവിടെ എത്തിച്ചേരും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം ഇനി അങ്ങോട്ട് ഇറക്കങ്ങളാണ് കൂടുതൽ. പിന്നെ ചില ഏരിയയിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഹെയർ പിന്നുകൾ കിട്ടത്തുള്ളൂ. അപ്പോൾ ഹോണടിച്ച് പോകണമെന്നൊക്കെ ബോർഡുകൾ കാണാം. ഇതൊക്കെ കൃഷിഭൂമിയാണ് കേട്ടോ. ചിലതെല്ലാം കൃഷിഭൂമിയും പിന്നെ ഫോറസ്റ്റും പിന്നെ കൃഷിഭൂമിയും പിന്നെ ഫോറസ്റ്റ്, അങ്ങനെയുള്ള ഒരു രീതിയാണ് ഇവിടെ. പിന്നെ കൂടുതലും ചൗച്ചവും നമ്മുടെ നാട്ടിൽ വരുന്ന ഒരു
വൃത്തികെട്ട ഒരു സാധനം ഉണ്ടല്ലോ, അതായത് ഒരു ഷേപ്പ്ലെസ് ആയിട്ടുള്ളൊരു സാധനം, അതിൻ്റെ കൃഷിയാണ് കൂടുതലും ഇവിടെ കാണുന്നത്. മറ്റൊന്നുമല്ല, ഈ സീസണിലാണ് അത് കൂടുതൽ കൃഷി ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്, ഈ തണുപ്പ് തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു സീസണിൽ. പക്ഷേ അത് ധാരാളം ഇവിടെ കണ്ടു. പക്ഷേ നമ്മൾ കയറ്റം തള്ളി വന്നതുകൊണ്ടും സൈക്കിള് നമുക്ക് സ്റ്റാൻഡിൽ നിർത്താനുള്ളൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടും നല്ല ഇതായിട്ടുള്ള നല്ല കയറ്റമാണ്. 2-3 മലകൾ നമ്മൾ അങ്ങനെയാണ് കയറി വന്നത്. ഇനി അങ്ങോട്ട് താഴോട്ട് ഇറക്കമാണ്, നല്ല ഇറക്കങ്ങളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ബ്രേക്ക് നമ്മൾ ഓൾറെഡി റോങ് കയറി വന്നിട്ട് ഓണടിച്ച് പേടിപ്പിക്കുന്നു. അമേരിക്കയിലൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ കൂടി ഒരുപാടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം പോകാൻ. കാരണം കാഴ്ചകൾ കാണാൻ വേണ്ടി അവർ ഇടതുവശത്തേക്ക് വണ്ടി വെട്ടിക്കും. അപ്പോഴായിരിക്കും നമ്മൾ വളവ് തിരിഞ്ഞ് കയറി വരുന്നത്. കയറുമെന്നൊക്കെ സിഗ്നൽ ഉണ്ടെങ്കിലും അതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. അവർ കാഴ്ചകളിലൂടെയാണ്, എല്ലാവരും അങ്ങനെയാണല്ലോ, ടൂറിസ്റ്റ് പ്ലേസുകളിൽ വരുമ്പോൾ കാഴ്ചകളിലൂടെയാണല്ലോ എല്ലാവരും പോകുന്നത്. താഴെ ഒരു പള്ളിയൊക്കെ കാണാം കേട്ടോ. ഒരു പാറയാണ്, പാറയുടെ മുകളിലൊരു പള്ളി. പക്ഷേ ഇവിടെ നിർത്താനുള്ളൊരു സാഹചര്യമില്ല, എന്നോട് ക്ഷമിക്കുക. നോക്കട്ടെ, ഞാനത് കാണിച്ചു തരാൻ പറ്റുമോ എന്ന്. അതാണ് താമരക്കുളം പള്ളി. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു പാറയാണ് കേട്ടോ. ആ പാറയുടെ മുകളിലാണ് ആ പള്ളി ഇരിക്കുന്നത്. പള്ളിയും പള്ളിയോടനുബന്ധിച്ചുള്ള കെട്ടിടങ്ങളുമാണ് ആ കാണുന്നത്. താമരക്കുളം ഒരു കരിമ്പാറയാണ്, ഒരു പാറയുടെ മുകളിലാണ് പള്ളി വെച്ചിരിക്കുന്നത്. ഭയങ്കരം തന്നെ മനോഹരമായൊരു കാഴ്ച. അതെനിക്ക് തോന്നുന്നത് സ്കൂള്, അതിനോടനുബന്ധിച്ചുള്ള ചെറിയ ചെറിയ വീടുകളൊക്കെയുണ്ട് പള്ളിയോടനുബന്ധിച്ച്. അപ്പോൾ ഒരു ചെറിയ സമൂഹം അവിടെയുണ്ട്. ചെയ്തുണ്ടോ, താഴെയൊക്കെ തോട്ടങ്ങളാണ്. ചൗച്ചൗവാണ് കൃഷി മുഴുവൻ. ചൗച്ചൗവാണോ ചൗച്ചൗവെന്നാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും നമ്മൾ ഈ കാഴ്ചകളിലൂടെ താഴോട്ട് പോവാണ്. അപ്പോഴത്തെ റേഡിയോ ടവർ കണ്ടല്ലോ, ആ കാണുന്നതാണ് റേഡിയോ ടവർ. ആ മുകളിൽ കാണുന്ന ഭാഗത്ത് ഇതുണ്ടോ, മരങ്ങളൊക്കെ നിൽക്കുന്നതുണ്ടോ, അതാണ് കൊടൈക്കനാലിൻ്റെ ഒരു പൂർണ്ണ രൂപം. ഇവിടെ നിന്നാണ് ആ കൊടൈക്കനാൽ നമുക്ക് മൊത്തമായിട്ടും കാണാൻ പറ്റുന്നത്. ഇത്രയും ഭാഗത്താണ് ആ കൊടൈക്കനാൽ, ഈ മലയുടെ അപ്പുറത്തെ സൈഡിൽ. അത് റേഡിയോ ടവർ, അവിടെ നമ്മൾ ഇന്നലെ പോയതാണ്. അതുപോലെ തന്നെ താഴോട്ട് നോക്കിയാൽ കാണുന്ന കാഴ്ചകൾ കണ്ടല്ലോ, വളരെ മനോഹരമായ കൃഷിസ്ഥലങ്ങൾ. അതാണ് തേനി. അങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത്. താഴെ കാണുന്ന കൃഷിസ്ഥലങ്ങൾ, ഈ മഞ്ഞിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന കൃഷിസ്ഥലങ്ങളാണ് മൊത്തം. അതാണ് നമ്മുടെ രാമക്കൽമേട്. നമ്മൾ മലയുടെ മുകളിലേക്ക് കയറുന്ന രാമക്കൽമേടാണ് ആ സൈഡിൽ കാണുന്നത്. അങ്ങകലെ കാണുന്ന ആ 3 മലകൾ കണ്ടോ, അതാണ് രാമക്കൽമേട്. അതിൻ്റെ മുകളിലെ ഈ തിട്ടിൽ നിന്നാണ് നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടത്. ആ മലയിൽ അതിൻ്റെ ഇടയിലൂടെ കയറി വന്ന് ഈ ഭാഗത്ത് നിന്നിട്ടാണ് കേരള സന്ദർശനത്തിനിടയിൽ നമ്മൾ രാമക്കൽമേട് വീട്ടിൽ നിന്നും നമ്മൾ തേനി ഭാഗം കണ്ടത്. അവിടെയെല്ലാം പുഴയൊക്കെ കാണാം. ഡാം സൈറ്റാണത്, അതൊരു ഡാമാണ്. ആ ഡാമിലേക്ക് നമുക്ക് പോകാൻ പറ്റും. നമ്മളിപ്പോൾ താഴത്തെ ആ ഇതിലോട്ടാണ് പോകുന്നത്. ഇതാ ഇവിടെ കോടമഞ്ഞ് കയറി കിടക്കുന്നത് കാണാം. ഈ മല ഇങ്ങനെ ചുറ്റി ഇറങ്ങി ഇതിൻ്റെ താഴെക്കൂടെ പോയി അങ്ങനെ വേണം പോയി ഇറങ്ങാൻ. ഇത് വനഭൂമിയാണ് ഈ കാണുന്നത്. അപ്പോൾ കേരള തമിഴ്നാട് അതിർത്തിയാണ് ആ കാണുന്നത്. ആ മഞ്ഞ് പാളികൾ നിൽക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്നത് കേരള തമിഴ്നാട് അതിർത്തിയാണ്. രാമക്കൽമേടാണ് ആ കാണുന്നത്. അപ്പോൾ ശരി, നമ്മൾ താഴോട്ട് പോവുക. മൂടിയ മലനിരകളുടെ മുകളിലാണിപ്പോൾ ഞാനുള്ളത്. താഴെ ഇങ്ങനെ മഞ്ഞുപാളികൾ പാഞ്ഞ് നടക്കുന്നത് കാണാം. വളരെ മനോഹരമായ കാഴ്ച. ഇതൊക്കെ കണ്ടില്ലേ പിന്നെ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? വല്ലപ്പോഴും ഇതൊക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. താഴോട്ട് നോക്കിയേ, ഞാൻ ഇറങ്ങിപ്പോകേണ്ട വഴികളാണ് കാണുന്നത്. അവിടെ മുഴുവൻ കൃഷിഭൂമികളാണ്. വളരെ മനോഹരമായ കൃഷിഭൂമികൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ പതിയെ ഈ മഞ്ഞുപാളികളൊക്കെ കണ്ട് താഴോട്ട് പോവുകയാണ്. എന്ത് രസമല്ലേ? അതിങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കോടമഞ്ഞിൽ കുളിച്ച് ഒരു യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ധാരാളം കാട്ടിയുടെ
ചാണകം കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഈ വഴിയിൽ കാട്ടി രാത്രിയിൽ പോയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഊഹം. പക്ഷേ ഇതുവരെ വണ്ടിക്കാരോടൊക്കെ ചോദിച്ചിട്ട് അവരൊന്നും കണ്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മളെ അവർ കാണുന്നുണ്ടാവും, കാടിൻ്റെ സൈഡിലൊക്കെ അവർ കാണും. അപ്പോൾ കോടമഞ്ഞ് മാറിയ ഒരു സാഹചര്യത്തിൽ അടുത്ത ഒരു ഗ്രാമത്തിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഒരു അമ്പലത്തിൻ്റെ മുഖപ്പൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കോടമഞ്ഞ് കയറി കിടക്കുന്ന സ്ഥലം നിങ്ങളെ ഒന്ന് കാണിക്കാം. ചെയ്ത് കണ്ടോ, കോടമഞ്ഞ് കയറി കിടക്കുന്നുണ്ടോ? ഫുള്ള് കോട കയറി വരുവാണ് കേട്ടോ. അപ്പോൾ ആ കോട ഇവിടെ വന്ന് ഇവിടെ ഒരു മലയുടെ മൊത്തം ചെരുവാണ്. അതുകൊണ്ട് അത് തിരിച്ച് ഇവിടെ നിന്ന് കാറ്റടിക്കുമ്പോഴത്തേനും അത് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകും, സ്പ്രെഡായി പോകും. വലിയ കട്ട കോടമഞ്ഞായിട്ട് കയറി വന്നിട്ട് അത് സ്പ്രെഡായിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഈ ഭാഗത്ത് നല്ല തണുപ്പായിരിക്കും ആ കാറ്റടിക്കുന്നുണ്ട്. ഈ രണ്ട് മലയുടെ ഇടയിൽ നിന്നുള്ള കാറ്റ് മലയിൽ വന്ന് കാറ്റ് തടഞ്ഞിട്ട് തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ ഒരു വണ്ടി കയറി വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് പതിയെ സൈഡാക്കി നിർത്താം. അവർ പൊക്കോട്ടെ. പ്ലാനിങ് ഓഫീസറാണ്. ഇവരുടെയൊക്കെ വണ്ടി എപ്പോഴും ഇതിലെ കാണുമേ. മറ്റൊന്നുമല്ല, ഇവരെല്ലായിടത്തും പോകുന്നുള്ളതാണ്. നമ്മുടെ സംസ്ഥാനത്തും ഇവിടവുമായിട്ടുള്ള വ്യത്യാസം അതാണ്. ഓഫീസിലിരുന്നുള്ള ഒരു ഒറ്റ പണിയില്ല ഇവർക്ക്. ഇവർ ഫുള്ള് ഫീൽഡിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ നാടിന് അഭിവൃദ്ധി ഉണ്ടാകുന്നത്. ഫുൾ ടൈം ഫീൽഡിലാണ്. ഞാൻ പലയിടത്തും കണ്ട്. അത് നമുക്ക് വീഡിയോയിൽ ചിത്രീകരിക്കാൻ അവർ സമ്മതിച്ചില്ല. ഞാനവിടെ പോയി ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കർഷക കൂട്ടായ്മ, ഇപ്പോൾ ഈ പ്രദേശത്തുള്ള കർഷകരെ എല്ലാവരെയും കൂടി വിളിച്ച് ചേർത്തിട്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, അവരുടെ സംശയങ്ങൾ, എന്തെല്ലാം കൃഷികളുടെ വിത്ത് എങ്ങനെ കിട്ടും, വിത്ത് എവിടെ നിന്നാണ് നമുക്ക് എടുക്കേണ്ടത്, അല്ലെങ്കിൽ തൈകൾ എവിടെയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ നേഴ്സറിയുടെ കുഴപ്പങ്ങൾ എന്താണ്, അല്ലെങ്കിൽ വിത്ത് പോയിട്ടുണ്ടോ, എങ്കിൽ അടുത്ത വിത്ത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടും, ഇതെല്ലാം ഒരു ക്ലാസ് പോലെ കർണാടകത്തിലാണേലും തമിഴ്നാട്ടിലാണേലും വന്ന വഴിയിലൊക്കെ ഞാൻ കണ്ടതാണ്.